എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് ഞാൻ ഈ ടോപ്പിക് എങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ ഒരു 3 ദോശ കഴിച്ചായിരുന്നു. കാര്യം എൻ്റെ അമ്മയാണ് രാവിലെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്തത്. അമ്മയുടെ ഫുഡ് എന്ന് പറയുന്നത് ലവ് ആണല്ലോ. അപ്പോൾ ഞാൻ യൂഷ്വലി 2 എണ്ണേ കഴിക്കാറുള്ളൂ. എനിക്കതിൽ പറ്റാറില്ല. പക്ഷെ ഞാനിന്ന് 3 എണ്ണം കഴിച്ചു. അപ്പോൾ എന്തേ അമ്മ വീണ്ടും ഒരെണ്ണം കൂടെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്നെ പുഷ് ചെയ്യുക ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അല്പം മുതിർന്ന ആളായതുകൊണ്ടും എനിക്ക് നോ പറയാൻ പറ്റുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇതിലപ്പുറം എനിക്ക് എത്ര ലവ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ വേറൊരു ഏരിയ ഉണ്ടായിരുന്നു, 2.25 വയസ്സുള്ള എൻ്റെ മോള്. ഓക്കെ, അപ്പോൾ ആൾക്ക് ഒരു കുട്ടി ദോശ കൊടുത്തു. ആളതിന് സാറ്റിസ്ഫൈഡ് ആണ്. ആൾ ഒരു ദോശയെ കഴിക്കാറുള്ളൂ, നിറഞ്ഞു. പക്ഷെ ഒരു മുത്തശ്ശിയുടെ സ്നേഹം എന്നുള്ള രീതിയിൽ വീണ്ടും പുഷ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആളത് തുപ്പിക്കളഞ്ഞു, പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി കാണിച്ചു. എൻ്റെ അമ്മ വിടുന്ന ലക്ഷണമില്ല. വീണ്ടും എന്നോട് പറയാം, ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊടുത്തു നോക്കിയാലോ, കുഞ്ഞു കഴിച്ചാലോ ഒരു ദോശ കൂടെ. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ അമ്മ ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്ക് തീർക്കുമായി. ഞാനൊരു ഡയറ്റീഷ്യൻ ആണെങ്കിലും ഒരു അമ്മുമ്മയുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അത് നമ്മൾ കൈയടക്കാൻ പോയാൽ അവരത് ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെടും. അപ്പോൾ റിയാലിറ്റി ഇതാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സംഭവിക്കുന്നതായിരിക്കും. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഇതിൽ ഗ്രാൻഡ് പാരൻസിന് വലിയ ഒരു റോള് തന്നെയുണ്ട് കേട്ടോ. ഭയങ്കര ഒബീസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, മീൻസ് നല്ല ചബ്ബിയായിരിക്കും, ഇപ്പോൾ ഹൈറ്റിനേക്കാളും വെയിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടിയെ പോലും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കൺസൾട്ടേഷന്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും പറയും, അയ്യോ കുഞ്ഞു ക്ഷീണിച്ചു പോയി, കുഞ്ഞു മെലിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറയും, കുഞ്ഞിനെ ഓവർ വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കുഞ്ഞിന് ആവശ്യമില്ലാത്ത ഫാറ്റ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആണ്, ഇത് കുറയ്ക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല അച്ഛനും അമ്മമാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ചില അമ്മമാർ വീട്ടിൽ പെട്ടുപോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് അതിൻ്റെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നതുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനോ ഇങ്ങനെയുള്ളവരൊക്കെ പറയുമ്പോൾ എനിക്കത് തള്ളിക്കളയാൻ പറ്റില്ല, അവർ ഫീഡ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു നിർബന്ധിച്ച് കൊടുക്കാൻ. അപ്പോൾ ചില സ്പേസിൽ നമ്മൾ നോ പറയേണ്ട സ്പേസിൽ നമ്മൾ നോ പറയാം. ഇത് വഴക്ക് കൂടാനോ തല്ലുകൂടാനോ ഒന്നുമല്ല. പക്ഷെ ചില സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കുഞ്ഞുങ്ങൾക്ക് ഓവർ ഫീഡ് ചെയ്യണ്ട. നമ്മുടെ പാരൻസ് നമ്മളിൽ കാണിക്കില്ലേ, സോ ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അപ്ലൈ ചെയ്യും, അവർ അടുത്ത ജനറേഷൻ അപ്ലൈ ചെയ്യും. സോ ഇതിനെവിടെയെങ്കിലും എന്ത് വേണം, ഒരു തടങ്ങൾ നമ്മൾ ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി വേറൊരു കൺസെപ്റ്റാണ്, കുഞ്ഞ് നല്ല ചബ്ബിയായിട്ടിരുന്നാൽ മാത്രമേ കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലേ കുഞ്ഞ് നന്നായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുഞ്ഞിന് എന്തോ ഒരു അസുഖമുണ്ട്. ഇന്ന് കുഞ്ഞ് 2 ദോശ കഴിച്ചു, നാളെയും സെയിം ദോശ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾ ഒന്നേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്നോ ആൾ യൂതം മെലിയാൻ പോവുകയാണെന്നോ അർത്ഥമില്ല. സോ നമുക്കാണെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ കഴിക്കാൻ പറ്റും? ഇല്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ ക്ലൈമറ്റും അവരുടെ അപ്പറ്റൈറ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുഞ്ഞുങ്ങളുടെ മുഷ്ടി കണ്ടിട്ടുണ്ട്, അത് നമ്മളിങ്ങനെ ചുറ്റിരിക്കും, നമ്മുടെ മുഷ്ടിയില്ലേ, ഇത്രയും ഉള്ളൂ. ഇതാണ് എൻ്റെ വയറിൻ്റെ കപ്പാസിറ്റി, ഇത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൈ ഒന്ന് മുഷ്ടി ഒന്ന് നോക്കിക്കുക, എത്രയായിരിക്കും സ്പേസ്? വളരെ കുറച്ചായിരിക്കുമല്ലേ ഉണ്ടാവുന്നത്. സോ ഇതിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലും ഏത്തപ്പഴവും മുട്ടയും അല്ലെങ്കിൽ കുറേ ചോറും മീൻകറി ഇതെല്ലാം കൂടെ കുത്തി നിറയ്ക്കാൻ നമ്മൾ നോക്കി നടക്കും? ഇല്ല. യൂഷ്വലി ഒരു മുട്ടയും അതുപോലെ ഒരു 1/2 ഗ്ലാസ് പാലും കഴിക്കുമ്പോൾ തന്നെ അവരുടെ ടമ്മിൽ കംപ്ലീറ്റ് ആവും, അവർക്കുള്ള ന്യൂട്രിയൻറ്റും അതിൽ നിന്ന് കിട്ടിക്കഴിയും. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്നത്? ഇത് നിങ്ങളിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്താ സംഭവിക്കുന്നത് ഞാൻ പറയട്ടെ. 6 മാസം മുതലാണല്ലോ നമ്മൾ ഈ ഒരു വീനിങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അത് മുതൽ അവരുടെ ഒരു കുഞ്ഞു കുട്ടിക്കാലം, നമ്മുടെ കൈകളിൽ കുഞ്ഞ് വളരുന്ന ഒരു കാലം അത്രയും കുഞ്ഞിനെ നമ്മൾ ഓവർ ഫീഡ് ചെയ്യും. ചിലപ്പോൾ ഒരു 5 വയസ്സുള്ള കുഞ്ഞിന് ഭയങ്കര വയറായിരിക്കും കാണുമ്പോൾ. ഓക്കെ, മീൻസ് വയറിങ്ങനെ പെട്ടി വയറ് പോലെ ഇരിക്കും. അപ്പോൾ ചിലർക്ക് കാണുമ്പോൾ അത് ഭയങ്കര ക്യൂട്ടാണ്, വയറിങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മളത് കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. ഇത് അടുത്ത ഒരു സ്കൂൾ ഏജ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവർക്ക് ആ ഒരു പ്ലേറ്റ് നമ്മൾ തന്നെ അവർക്ക് ഒരു പ്ലേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും, നീ ഇത്രയും കഴിച്ചിരിക്കണം. സോ ആ പ്ലേറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പുഷ് ചെയ്യും. ഓക്കെ, ഇത് തീർത്തേ പറ്റൂ. ചിലർ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യും, മീൻസ് ഇത് മേടിച്ച് തരാം, ഇത് കഴിക്കാതെ മേടിച്ച് തരാം, ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ആ ഇത് വെച്ചിട്ട് അപ്പോൾ വേണ്ടെങ്കിൽ അവരത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുത്തി നിറച്ച് കഴിക്കുന്ന ഒരു ശീലം വരും. ചില കുഞ്ഞുങ്ങൾക്ക് ഫുഡിനോട് വെറുപ്പ് തോന്നി തുടങ്ങും, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫുഡിന് വേണ്ട. പാല് വെറുത്തു പോകുന്ന കുട്ടികളുണ്ട്, മുട്ട കഴിക്കാതാവുന്നതുണ്ട്. സോ ഇതൊക്കെ ഒരു ദിവസം കുഞ്ഞ് മുട്ട കഴിച്ചാൽ പിന്നെ ആ മാസം എല്ലാ ദിവസവും മുട്ടയാണ്. ഓക്കെ, സോ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് കൊടുക്കുമ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് മടുപ്പായിട്ട് വരും. ഇത് അടുത്ത ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ, നമ്മളൊരു ടീനേജിലോട്ട് വരുമ്പോൾ ഇതൊരു ക്രേവിങ് ആയിട്ട് മാറും. കുഞ്ഞുങ്ങൾക്ക് ജങ്ക് ഫുഡിനോടുള്ള ഒരു ക്രേവിങ്, ഇമോഷണൽ ഈറ്റിംഗ്, സ്റ്റഡി ടൈം ആകുമ്പോഴത്തേക്കും സ്ട്രെസ് ഈറ്റിങ്ങിലോട്ട് പോവാം,
സോ ജങ്ക് ഫുഡിലേക്കുള്ള അവരുടെ അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ജങ്ക് ആയിട്ടുള്ള ഇപ്പോൾ പപ്സ് അല്ലെങ്കിൽ മീറ്റ് റോൾസ് ഇതുപോലത്തെ നമ്മൾ നോർമലായിട്ട് കടകളിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ടെംപ്ടേഷൻ ആയിരിക്കും. ടീ, സ്നാക്സ് അതിനോടൊക്കെ. ഓക്കെ, ഇനി അഡൾട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊരു സൈക്കിളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് എന്താ, നമ്മൾ കുഞ്ഞുനാളിലെ ചെയ്തത് ഒരു സൈക്കിളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ആ ടൈമിൽ ചിലപ്പോൾ ഒരു 25 വയസ്സായി അല്ലെങ്കിൽ ഒരു 30 വയസ്സിനകത്തായി ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡിസീസ് കണ്ടീഷൻസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആൾ അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒബീസിറ്റി ആയിട്ടുണ്ടാവാം. ആ ഒരു വണ്ണം നമ്മുടെ ഒരു ബോഡിക്ക് ഹാർംഫുൾ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അപ്പോൾ കിടന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്തേ പറ്റൂ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം. സോ ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊരു വെയിറ്റ് കുറയ്ക്കാനോ, മാത്രമല്ല നമ്മൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആ വ്യക്തിക്ക് സീരിയസ്ലി ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കണം, ഇതെൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്തങ്ങ് മാറ്റണം എന്നുണ്ടാവും. പക്ഷേ പറ്റില്ല. കാര്യം എന്താ? അത് കുഞ്ഞിലേ ശീലിച്ച് ആ ഒരു രീതി ആയിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ ഒരു സ്റ്റേജസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാരുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് തേടുക. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് സൈക്കോളജിക്കലിയും അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും ഈ രണ്ട് രീതിയിൽ നമുക്ക് ഒരുപോലെ നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇമോഷണൽ സ്ട്രെസ് ഈറ്റിംഗ് നമുക്ക് മാറാനായിട്ട് പറ്റും. ഇപ്പോഴുള്ള അമ്മമാരോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ഓവർ ഫീഡ് ചെയ്യരുത്. ഓക്കെ, കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. കുഞ്ഞുങ്ങൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫീവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്തും അവരെ പുഷ് ചെയ്യിപ്പിക്കരുത്. അവർക്ക് ടൈം കൊടുക്കുക. ഓക്കെ, അവർക്ക് വിശപ്പ് വരുമ്പോൾ, ഹങ്കർ വരുമ്പോഴത്തേക്കും തീരെ കുഞ്ഞു കുട്ടികളല്ല, ഒരു 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും സൈൻസ് കാണിക്കും വിശക്കുവാണെങ്കിലും. അതുപോലെ ഓവർ ഫീഡ് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് പറയാൻ പറ്റില്ല, തീരെ കുഞ്ഞു കുട്ടികൾക്ക് എനിക്ക് വിശപ്പ്, എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. സോ അവർ ചിലപ്പോൾ തുപ്പി കാണിക്കും, ചിലപ്പോൾ തലയൊക്കെ ഇങ്ങനെ അടി കാണിക്കും, ചിലപ്പോൾ നമുക്കിട്ടൊരു അടി തരും. സോ ഇങ്ങനെ പല സൈൻസും കാണിക്കും. അപ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, then ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഫുഡ് തന്നെ സെയിം റിപ്പീറ്റ് കൊടുക്കരുത്. അത് വേറൊരു തെറ്റിദ്ധാരണ. ഇപ്പോൾ രാവിലെ ദോശ കഴിച്ചു, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ദോശ തന്നെ കൊടുക്കുക, ചെയ്യരുത്. അത് കുഞ്ഞിന് കാർബോഹൈഡ്രേറ്റ് ഓവർലോഡ് ആവുകയും യഥാർത്ഥത്തിൽ ബാക്കി ന്യൂട്രിയൻറ്റ് കിട്ടേണ്ട സ്പേസിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു ഫുഡ് കഴിച്ച് കൊടുത്തില്ലെങ്കിൽ അതങ്ങ് മാറ്റി ലീവ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. സോ വേറെ ഒരു ഫുഡ് ആൾക്ക് കൊടുക്കാം. ഒരു ഫുഡ് ഒരു ദിവസം കുഞ്ഞ് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് കുഞ്ഞിന് ഇഷ്ടമാണെന്നും പറഞ്ഞ് എല്ലാ ദിവസവും അത് തന്നെ വീണ്ടും ട്രൈ ചെയ്യരുത്. അത് കുഞ്ഞിനെ മടുപ്പാക്കും. സ്കൂളിൽ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്ന അമ്മമാരോടാണ് അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ കേക്ക്സ്, അതുപോലത്തെ ഈ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഇട സമയത്ത് സ്നാക്സ് ആയിട്ട് ഇപ്പോഴേ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, കട്ട് ഫ്രൂട്ട്സോ എഗ്സോ നട്ട്സോ ഇതുപോലത്തെ സാധനങ്ങൾ കൊടുക്കുക. ആദ്യത്തെ 1-2 ദിവസം ചിലപ്പോൾ കുഞ്ഞ് കഴിക്കാൻ മടി കാണിക്കും. ഇപ്പോൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ വിചാരിക്കേണ്ട. 1-2 അവർ തനിയെ അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അവർ കഴിച്ചോളും. ഓക്കെ, ഇത് പറയാൻ കാരണം എനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരു കുഞ്ഞിന് ഒരു ഡയറ്റിൻ്റെ എനിക്കൊരു കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അമ്മയുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, ആള് കേക്ക്സ്, പേസ്ട്രീസ് ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഫ്രൂട്ട്സ് എന്നൊരു സാധനം കൈകൊണ്ട് തൊടുന്നുകൂടെയില്ല, ഒന്നും കഴിക്കുന്നില്ല. ആൾക്കൊരു 5 വയസ്സൊക്കെ ആയിട്ടോ ഇപ്പോൾ കുഞ്ഞിന്. സ്കൂളിൽ സ്നാക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിവൃത്തി കിട്ടവർ സ്കൂളിൽ ഇത് തന്നെ കൊടുത്തു വിടും. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഹിസ്റ്ററി ചോദിച്ചു. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്താ, കുഞ്ഞൊരു LKG പ്ലേ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലെ അമ്മമാർ അവർ കൊടുത്തു വിട്ട ഇത് തന്നെയാണ്, കേക്കും ബിസ്ക്കറ്റ്സും ഒക്കെ തന്നെയാണ് ആദ്യമേ കുഞ്ഞിന് ഇൻട്രൊഡക്ഷൻ ചെയ്തത്. സോ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്, അമ്മമാരെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 6 മാസം വിടാം, ഒരു വയസ്സ് 1.5 വയസ്സ് ആവുമ്പോഴത്തേക്കും കുഞ്ഞൊരിക്കലും നിങ്ങളെടുത്ത് ഇങ്ങോട്ട് ചോദിക്കില്ല, എനിക്ക് കേക്ക് വേണം, എനിക്ക് ബിസ്ക്കറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് കിൻഡർ ജോയ് വേണം എന്നൊന്നും കുഞ്ഞിനെ എടുത്ത്. കാര്യം അവർക്ക് അറിയില്ല അതങ്ങനെയാണ്, ബിസ്ക്കറ്റ് എന്നൊരു സാധനത്തിൽ കിൻഡർ ജോയ് ഉണ്ട് എന്ന് അവർക്കറിയില്ല. നമ്മളാണ് ഇത് ആദ്യമായിട്ട് കുഞ്ഞിന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. സോ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് കുഞ്ഞിന് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. അതായിരിക്കും അവരുടെ ഫസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്. സോ അതവർ കഴിക്കും. മനസ്സിലാവുന്നില്ലേ? നമ്മളിപ്പോൾ ഒരു വയസ്സ് വരെ കുഞ്ഞിന് സോൾട്ട് ഇടാതെ നമ്മൾ ഫുഡ് കൊടുത്തേക്കും, അവർ കഴിക്കും. നമ്മൾ ഇടയ്ക്ക് സോൾട്ട് കൊടുത്തിട്ട് പിന്നെ സോൾട്ട് കൊടുക്കാതെ വരുമ്പോഴാണ് അവരത് കഴിക്കാതെ തുപ്പിക്കളയുന്നത്. അല്ല, ജനിക്കുമ്പോഴേ അവർക്ക് സോൾട്ടിൻ്റെ ഒരു ടേസ്റ്റ് നാട്ടിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുഞ്ഞുനാളിലെ എന്താണോ കുഞ്ഞിനൊരു സ്നാക്സ് ശീലം ഉണ്ടാക്കി വെക്കുന്നത്,
ഇത് മാത്രമേ കുഞ്ഞ് മുതിരുമ്പോൾ അത് തിരിച്ചു വരികയുള്ളൂ. ഇല്ല, നിങ്ങളൊരു 4-5 വയസ്സ് വരെ നിങ്ങൾ ഇത് കൊടുത്തു, പിന്നെ ഒരു 5-6 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ജങ്ക് ഫുഡിനോട് അവർ വാതുറന്ന് ചോദിക്കും, വാശി കാണിച്ചു തുടങ്ങും, ഇല്ല ഞാൻ ഇത് കഴിക്കില്ല, എനിക്ക് ഇത് തന്നാലേ ഞാൻ കഴിക്കും. അങ്ങനെ കുഞ്ഞ് വാശി തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്ന അയ്യോ കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞിന് വിട്ടുമാറാത്ത പനിയോ ബാക്കിയുള്ള ഈ പറയുന്ന പോലത്തെ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കോ കാൽഷ്യം വേണമൊക്കെ കുറവോ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് നോട്ടീസ് ചെയ്യുന്നത് അല്ലേ. വാശിയൊക്കെ കൂടുമ്പോൾ അയ്യോ ഇനി ഇതൊന്നും വേണ്ട, ജങ്ക് ഫുഡൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെയോ കാണുമ്പോൾ അവർ പറയും ഓക്കെ ഇതൊന്നും കൊടുക്കരുത്, അതുകൊണ്ടാണ് കുഞ്ഞിന് അസുഖം വരുന്ന, വയറുവേദന വരുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ശരിയാണല്ലോ ഇതൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ഇനി നീ ആപ്പിളും പേരൊക്കെ കഴിച്ചാൽ മതി, ഇതങ്ങനെ ബിസ്ക്കറ്റും കേക്കൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം വരുമ്പോൾ കുഞ്ഞത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഒരു 5 വയസ്സ് 6 വയസ്സ് ഒരു 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, വാശി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇപ്പം നിങ്ങളൊരവസ്ഥയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യരുത്. ഈ പറയുന്ന പോലെ ഹെൽത്തി ഫുഡ്സ് തന്നെ കൊടുക്കുക. ജങ്ക് ഫുഡ് കുഞ്ഞിന് ഇൻട്രൊഡക്ഷൻ ചെയ്യരുതെന്ന് ഒരിക്കലും കഴിക്കരുതെന്നല്ല, അതിനൊരു ഏജ് ഉണ്ട്. അവരൊരു ഏജ് വരുമ്പോഴത്തേക്കും നമുക്കിടയ്ക്ക് ഇപ്പം നമ്മളൊരു പുറത്തൊരു ഫംഗ്ഷന് പോവാണ്, ഒരു പാർട്ടി പോവാണ്, നമ്മൾ ട്രാവൽ ചെയ്യുവാണ്, ഈ ടൈമിലൊക്കെ നമ്മൾ പുറത്തെ ഫുഡ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ല നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാ സമയത്തും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ അവിടെയും നമുക്ക് സർവൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമുക്ക് സർവൈവ് ചെയ്യണം, ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് കുഞ്ഞിന് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അപ്പോൾ മനസ്സിലാവും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്നും ഇങ്ങനെ ഒരു ഗുഡ് ചോയ്സ് ഇങ്ങനെ എടുക്കണം എന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവും. ഓക്കെ, സോ ഇതൊരു ഇന്ത്യൻ മോംസിന്റെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ആരും ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നതുമല്ല, എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. സോ ഇതിന്റെ തീവ്രത കുറഞ്ഞും കൂടിയിരിക്കും, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ഇതിൽ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല, ഞാൻ കുറേ സ്റ്റേജസ് പറഞ്ഞു. ഇതിൽ ഏത് സ്റ്റേജിലാണോ നിങ്ങൾ, അതിനനുസരിച്ചിട്ട് നിങ്ങളിത് മോഡിഫൈ ചെയ്ത് മുന്നോട്ട് വരാൻ നോക്കുക. എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഇടുക, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യാം. കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.